നെതർലാൻഡ്സ് മൊറോക്കോ പോരാട്ടം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടിരിക്കുകയാണ്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. ആദ്യ പകുതിയിലെ ഗോൾ രഹിതമായ നിന്ന പകുതിക്ക് ശേഷം കോഡി ഗാക്പോയിലൂടെയാണ് നെതർലാൻഡ്സ് ലീഡ് എടുക്കുന്നത്. അതിനുശേഷം മത്സരം തീരാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇഞ്ചുറി ടൈമിൽ 91-ാം മിനിറ്റിൽ ഒരു ഗോൾ മടക്കുന്നു മൊറോക്കോ. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുകയാണ്. ആവേശകരമായ പോരാട്ടം. എന്താണോ നമ്മൾ ബ്രസീൽ ജപ്പാൻ മത്സരത്തിൽ പ്രതീക്ഷിച്ചത് അതുപോലെ ഒരു വമ്പൻ പോരാട്ടം. സമീപകാലത്ത് യൂറോപ്പിൽ മികച്ച പ്രകടനം നടത്തുന്ന, ചരിത്രത്തിൽ തന്നെ മികച്ച പ്രകടനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നെതർലാൻഡ്സിനെ പോലൊരു വമ്പൻ ടീം, മറുവശത്ത് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. കിഡിലൻ പോരാട്ടം പുരോഗമിക്കുമ്പോൾ അതിന്റെ വിശേഷങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് ചേരുന്നു. അസർ, നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഡെലിവർ ചെയ്യുന്നത് മൊറോക്കോയും നെതർലാൻഡ്സും. ആദ്യ പകുതി ഗോൾ രഹിതം, പിന്നീട് അവിടെ നിന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എത്തിക്കുന്നു. ഇനി ഇവിടെ ഗോൾ വരുമോ അതോ മറ്റൊരു പെനോൾട്ടി ഷൂട്ടൗട്ട് കാണുമോ എന്ന ആകാംക്ഷയാണ് ഉള്ളത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അനിൽ, തീർച്ചയായും യൂറോപ്യൻ വമ്പന്മാരും ആഫ്രിക്കൻ കരുത്തരായി എത്തുന്ന മൊറോക്കോയും തമ്മിലുള്ള അതിശക്തമായ മത്സരം തന്നെയാണ് പുരോഗമിക്കുന്നത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റ് മുതൽ തന്നെ ഇരു ടീമുകളും അതിവാശിയോടുകൂടി പോരാടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മത്സരത്തിലുടനീളം ഇരു ടീമുകളും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ പറയത്തക്ക വലിയ മുന്നേറ്റങ്ങളൊന്നും ഇരു ടീമുകൾക്കും നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി മികച്ചൊരു മത്സരമായിരുന്നു ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നത്. അവിടെയും മൊറോക്കോയുടെ ചില മുന്നേറ്റങ്ങളാണ് ഉണ്ടായത്. ആ മുന്നേറ്റങ്ങൾക്ക് വിലങ്ങുതടിയായത് നെതർലൻഡ്സിന്റെ ഗോൾ കീപ്പർ തന്നെയായിരുന്നു. ആദ്യ പകുതി, ഈ ആവേശപ്പോരിന്റെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുന്നു. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ഗോൾ രഹിത മത്സരമാകുമോ എന്നെല്ലാം തന്നെ നമ്മൾ വിലയിരുത്തിയിരുന്നതാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറുന്നു. 72-ാം മിനിറ്റിൽ ഗോഡി ഗാപ്കോ ഒരു വട്ടം കൂടി നെതർലാൻഡ്സിന്റെ രക്ഷകനായി എത്തുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ നേടി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച താരമാണ് ഗോഡി ഗാപ്കോ. ഗാപ്കോയുടെ ഗോൾ 72-ാം മിനിറ്റിൽ വരുന്നു. പിന്നീട് വീണ്ടും നിരന്തരമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് മത്സരത്തിൽ ഉണ്ടായിരുന്നത്. 91-ാം മിനിറ്റിൽ മത്സരത്തിന്റെ അധിക സമയത്തിലാണ് മൊറോക്കോയുടെ സമനില ഗോൾ നേടുന്നത്. ഇസാ ഡിയോപ്പാണ് തന്റെ മികച്ചൊരു ഹെഡറിലൂടെ മൊറോക്കൻ പ്രതിരോധ താരം മത്സരം സമനിലയിലേക്ക് എത്തിക്കുന്നു. നിലവിൽ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗോഡി ഗാപ്കോയുടെ ഗോളിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഗർഭസ്ഥ ശിശു മരിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. താരം വലിയ നിരാശയിലും വിഷമത്തിലും തന്നെയായിരുന്നു. എന്നാൽ ഈ 2026 വേൾഡ് കപ്പിൽ നെതർലാൻഡ്സിന്റെ പ്രകടനം എടുത്തു നോക്കിയാൽ അതിൽ മികച്ച ഒരു പങ്കാളിത്തമുള്ള താരം കൂടിയാണ് ഗോഡി ഗാപ്കോ. അദ്ദേഹത്തിന്റെ ഈ ഗോൾ ഒരുപക്ഷെ ആ വിഷമത്തിന് ആശ്വാസം നൽകുന്നതായിരിക്കും. ജനിക്കാതെ പോയ തൻ്റെ കൺമണിക്കുള്ള ഒരു ഉപഹാരം, അല്ലെങ്കിൽ ആ ഗോൾ സമർപ്പണം ആ കൺമണിക്ക് തന്നെയായിരിക്കും. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് അത്യന്തം വാശിയേറിയ മത്സരമായി തന്നെ ഈ മത്സരം പുരോഗമിക്കുകയാണ്. യൂറോപ്പിലെ വമ്പന്മാരും അസർ ബിൻ അസീസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.